എന്ത് പടാല്ലേ ഇതൊക്കെ? ശരിയാ, ഞാൻ അത് ആദ്യം കാണുന്നതേ മാമന്റെ വീട്ടിൽ പോയപ്പോഴാ, വീഡിയോ കാസ്റ്റ് ഇട്ടിട്ട്. അല്ല, അത് ഒരുപാട് കാലായില്ലേ, നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ലായിരുന്നുടാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയില്ലേ, അപ്പൊ മാമന്റെ വീട്ടിൽ പോയി. മാമന്റെ വീടിന്റെ മച്ചിന്റെ മുകളിൽ പെട്ടി നിറച്ചും വീഡിയോ കാസ്റ്റ്. ഞങ്ങള് പണ്ട് വെക്കേഷൻ നാട്ടിൽ പോകുമ്പോഴേ മാമൻ VCR എടുക്കും വാടകയ്ക്ക്. അപ്പൊ മാമൻ പറഞ്ഞതാ ഞങ്ങൾ ആദ്യം ഇട്ട് കണ്ട സിനിമ ഇതാത്രേ. അങ്ങനെ പറ, അല്ലെങ്കിൽ എല്ലാരും നീ പോടാ. എന്താടാ? അയ്യോ എന്റെ ഗൂഗിൾ മോനെ, ഒന്നുമില്ല, നിന്നെ ബാധിക്കുന്ന വിഷയമല്ല ഇത്. ഞങ്ങൾ കുറച്ച് സിനിമ കാണുന്ന ആൾക്കാർ തമ്മിലുള്ളൊരു സംഭാഷണം. നീ സിനിമയൊന്നും കാണാറില്ലേ? എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലേ. സിനിമയെ താല്പര്യമില്ലാത്തവരോട് ഈ ചർച്ചയിൽ നിന്ന് പോകാൻ പറഞ്ഞു. താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ സിനിമയെ കണ്ടിട്ടില്ല എന്നല്ല, സിനിമകളെ കണ്ടിട്ടുണ്ട്. എപ്പോ? അതേതറിയോ, ബാൻ ബാജ ബാരാത്ത്. അതൊന്ന് ദിവ്യ കറക്കിയെടുക്കാൻ വേണ്ടി. അത് മാത്രമൊന്നുമല്ല, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. ഏത് പടം? ഓ ഫാബി. ഓ ഫാബി അറിയില്ലേ? എടി ഗംഭീര പടാണ്, അന്ത കാലത്തെ ആനിമേഷൻ പടാണ് അല്ലേ. നീ യൂട്യൂബ് നോക്കടി. എടാ മോനെ, ഈ ലോകത്ത് ഓഫാബി മാത്രല്ല ഇഷ്ടം പോലെ സിനിമകൾ ഉണ്ട് കേട്ടാ. അല്ല, നീ 90s പടങ്ങൾ ഏതും കണ്ടിട്ടുണ്ടോ? ഓ ഫാബി. ഓ പാബി അതല്ല. എടാ കിലുക്കം, വടക്കം വീരാഗത, ചമ്മക്കുളം തച്ചൻ, ഗോഡ് ഫാദർ, അത് കണ്ടിട്ടുണ്ടോ? ഗോഡ് ഫാദർ മറ്റേ ഇംഗ്ലീഷ് പടം അല്ലേ? അത് ദ ഗോഡ് ഫാദർ, മെർലൻ ബ്രാൻഡോടെ പടം. ഇത് സിദ്ദിഖ് ലാലിന്റെ ഗോഡ് ഫാദർ. പിന്നെ എടാ ഭരതം, ഏകലവ്യൻ, കിരീടം കണ്ടിട്ടുണ്ടോ? കിരീടം കൊള്ളാം, നല്ല റേറ്റ്. അതെന്താ ട്രഷർ ഹണ്ടിങ് ആണോ? ട്രഷർ ഹണ്ടിങ്ങാ നിനക്ക് കാണാ? ഹലോ, അവിടെ എന്തായി? അവിടെ ഉഷാറായിട്ട് നടക്കുന്നു. അതെ, ഒരു തവണ ചോദിച്ചാണ്. എന്നോട് ഇനിയും മനസ്സിൽ ദേഷ്യം ബാക്കിയുണ്ടോ? അയ്യോ, കാശായിട്ടൊന്നും കയ്യിലില്ല. ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യ ഒക്കെ ആയ കാരണം. ഫ്രണ്ട്സ്? അയ്യോ സത്യം, താനൊരു പാവാന്ന് എനിക്കറിയായിരുന്നു. പിന്നെ കാണിച്ച പോക്കറി തരത്തിന് കുറച്ചൊന്ന് കിടന്ന് ഓടട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കൊച്ചു കള്ളി, അപ്പൊ എന്നെ കളിപ്പിക്കായിരുന്നു. നല്ല ദിവസമാണല്ലോ, കൈ ഒന്നും തരാം. അതിലൊന്നും വലിയ കാര്യമില്ലടോ. എന്റെ വീട്ടിൽ സാറിന് അങ്ങനെയൊക്കെ പറയാം. അല്ല, ആരുടെ കല്യാണമാണ്? നമ്മുടെ ജിൻഡോന്റെ കല്യാണമാണെന്ന്. അപ്പൊ അടുത്ത ആഴ്ച പെണ്ണ് കാണാൻ പോവാൻ ലീവ് വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്ന്. അല്ലേ? എനിക്ക് ഒരു ലീവ് വന്നോളൂ സാറേ. കല്യാണം കഴിക്കുന്നതിന് ഒരു പ്രഹസനമാണ്. കറക്റ്റ്. പെണ്ണ് കാണാൻ ഒരു ലീവ് നടക്കൂല കൂട്ടാ. ഗൈസ്, ഐ വിൽ ബി ബാക്ക്. ഹലോ. കണ്ടാ ലീവ് വെച്ചപ്പോ അങ്ങനെ പോണ പോക്കണ്ട. എന്ത് കാണിക്കാനോ. എടാ, പെണ്ണ് കാണലെന്ന് പറയുമ്പോ അപ്പൊ നീ മാട്രിമോണി വഴി കണ്ടാ അതെന്തായി? അതൊന്നും ശരിയാവേലേ. നീ ഒന്ന് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടും പറഞ്ഞായിരുന്നല്ലോ. നേരിട്ട് കണ്ടപ്പോഴല്ലേ കുഴപ്പം. എന്ത് പറ്റി? ആ പെണ്ണെ കറുത്തിട്ടാന്നേ മൊത്തം ഫിൽറ്റർ അടിച്ച ഫോട്ടോ. അതിനെന്താന്നോ, എന്റെ കളറായിട്ട് മാച്ച് ആവില്ല. ഞാൻ ഭയങ്കര വെളുത്തിട്ടല്ലേ. നീ എവിടെ പോകുന്നു? ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം. അല്ല, നിങ്ങൾ സംസാരിച്ചിരിക്കും. എന്തുവാണേ? അല്ല, ഈ ട്രഷർ ഹണ്ടിങ് കഴിഞ്ഞാ? എല്ലാരും കൂടെ ഒരു പാവം മനുഷ്യനെ കുറ്റവാളിയാക്കി. എന്തൊരു നശിച്ച സമൂഹമാണിത്. നിനക്ക് എന്ത് പറ്റിടാ? ലക്കി, ഇനി സേതുമാധവ് എന്ത് ഇവിടെ? ആ വെസ്റ്റ് നിങ്ങളുടെ ഏറ്റവും എന്താ വല്ല കഴിക്കാൻ വെക്ക്. എനിക്ക് വേണ്ട. എന്താ? എനിക്ക് വിശപ്പില്ല. എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലൊക്കെ. ഇതൊരു വീക്ക് വെച്ചോന്നാണ്ടല്ലോ, അതൊരു സിനിമയല്ലേ. പക്ഷെ എന്നാലും ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഒരു പോലീസ് ഓഫീസർ ആവാനൊക്കെ ആഗ്രഹിച്ചിട്ട്. ശരിയാ, പാവം. നമ്മളിനി എന്താ ചെയ്യാടാ? നീ വാ, നമുക്ക് വല്ലതും കഴിക്കാം. ശരിക്കും ഇതുപോലെ കഷ്ടപ്പെടുന്നവരും കാണൂല്ലേ? തീർച്ചയായും. അയ്യോ, അപ്പൊ അവരെങ്ങനെ എന്ത് ചെയ്യും? തിണ്ടിയുടെ പണി അവിടെ സിനിമയും വെച്ചെടുത്തിട്ട് പോയിക്കോളും. ബാക്കിയുള്ളവർ വേണം അനുഭവിക്കാനായിട്ട്. ചെക്ക, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇരുന്ന് പൊട്ടത്തരം പറയാണ്ട് വരാൻ നോക്ക്.
ഞാനല്ലോ, നീ നോക്കോ. ഡാ, സാംസൺ ജോർജ് മോനെ എനിക്കടാ, എനിക്ക് വിശന്നിട്ട് കണ്ണാടാ വയ്യാന്ന്. നീ എന്താ കൊച്ചുണ്ടെങ്കിലും ഞാൻ വരൂല. എന്റെ പൊന്നു സാംബോയ്. നീ ഇതിന്റെ സെക്കൻഡ് പാർട്ട് കണ്ടിണ്ടാ? സെക്കൻഡ് പാർട്ട് ഉണ്ടാ? ആ, ചെങ്കോൽ സേതുമാധവൻ ജയിലിൽ നിന്ന് റിലീസായിട്ടൊരു വരവ് കിട്ട് വരും മോനെ. ആണോ? എന്നാ അത് കാണട്ടെ. അയ്യോ അങ്ങനെ പറയരുത്, ആദ്യം ഫുഡ് കഴിക്കുന്നിട്ട് കാണാം. നീ ഫുഡ് കഴിച്ചില്ലേ? ഇല്ല. ആ, ഞാൻ നേരത്തെ കിരീടം കണ്ടോണ്ടിരുന്നതിനിടയിൽ വിശന്നപ്പെടുത്ത് കഴിച്ചു. ചെങ്കോല് കാണട്ടെ. ഇത് കാണടാ, കാണും. എന്നിട്ട് അവസാനം സേതുമാധവൻ. അയ്യോ, എന്നിട്ട് അവസാനം ഇതിൽ സേതുമാധവൻ മരിക്കുമല്ലോ. എടാ അതെ, മലയാളി എടാ, കാര്യം അന്ന് ഞാൻ കുറച്ച് ഫിലോസഫി ഒക്കെ പറഞ്ഞെങ്കിലും നീ ഒന്നുകൂടി വന്നിരുന്നെങ്കിൽ നീ വല്ലാതെ ആഗ്രഹിച്ചു പോയി. എത്തിയല്ലോ. സുഖാണോടാ? സംഭവം സെറ്റ് അല്ലേ? പിന്നെ നീ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ നമ്മുടെ പിള്ളേർ ഒരു ചെല്ല സെറ്റ് ചെയ്തില്ലേ? അടിപൊളി. അല്ല, വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആ, വർക്കിന്റെ കാര്യം ഒന്നും പറയണ്ട. വിഷ്ണു അല്ലേ, എന്തൊക്കെയോ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഔട്ട് വരുമ്പോ അറിയാം. എല്ലാം ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇല്ലേട്ടാ, ഞാനിപ്പോ നല്ലോണം ഫോക്കസ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ആണോ? ആ, ഞാൻ വേണേ എടുത്ത് വർക്ക് ചേട്ടാ കാണിക്കാം. പിന്നെ നീ ചെയ്ത വർക്കാണല്ലോ വന്നിരിക്കുന്നത്. ഒന്ന് പോടാ, പോയി പണി നോക്കടാ. എടാ, ജീവൻ വരില്ലേ? അയ്യോ, ജീവൻ വരില്ല. എന്ത് സംഭവം അറിയോ? ജീവന്റെ ക്യാരക്ടർ ഒന്നാമത് സിനിമയിൽ സസ്പെൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇനീഷ്യൽ പോസ്റ്ററിൽ വരെ പുള്ളിയെ വെക്കുന്നില്ല അവര്. ഓ, മനസ്സിലായി. മാർക്കറ്റിംഗ് ടെക്നിക്. അതെ അതെ. എടാ, നായിക ആളെങ്ങനെ? പ്രമിത. ഓ അയ്യോ, ഭയങ്കര ചാടൻ. പുള്ളിക്കാരിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിന്റെ ആളാണ്ടാ. പിന്നെ ഈ സെൽഫി എടുക്കുന്ന പരിപാടി ഒന്നും പുള്ളിക്കാരിക്ക് തീരെ ഇഷ്ടമല്ലട്ടോ. ആ ഫോണും കൊണ്ട് അങ്ങോട്ടൊന്നും പോയി കളയരുത്. ചിലപ്പോ പാക്കപ്പും പറഞ്ഞ് പോയി കളയും. എന്റെ അമ്മോ, നമ്മളൊന്നും പോകുന്നില്ലേ? ഓക്കെ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പ്രമിതയെ ഒന്ന് നേരിൽ കാണണമെന്ന്. താങ്ക് യു. അവിനാഷ് എവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്? ഇതുവഴി പോകുന്നുള്ളൂ. മേക്കപ്പ് റൂം അവിടെ ഉണ്ട്. ഓ, അവിനാഷ് വരുന്നില്ലേ? ഞാൻ വരാം. ശരി. ഓ, ഇവിടെ മുതലാളി തന്നോട് ഞാൻ പറഞ്ഞല്ലേ സെൽഫി എടുക്കരുത്. എന്റെ പ്രമിതയെ കണ്ടപ്പോ എന്റെ ഫുൾ പിടുത്തം അങ്ങ് പോയി. ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ ഫാനല്ലടാ. എപ്പ തൊട്ട്? അവൾ ആകെ ചെയ്ത 2 പടമാണ്. അത് രണ്ടാണെങ്കിലും അവാർഡ് പടങ്ങളാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് എനിക്കറിയാം. അവൾ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പടമാണിത്. അത് നിങ്ങൾ കൊളാക്കും. നിനക്ക് ആക്ടേഴ്സിന്റെ സൈക്കോളജി അറിയില്ല. എടാ, അവൾ ഇങ്ങ് വന്നു കയറുമ്പോ ഇവിടെയുള്ള ഒരുത്തനും അവൾ അഭിനയിച്ച 2 പടവും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ അവൾ ആകെ മൂഡ് ഓഫ് ആവില്ലേ? പിന്നെ പോസ്റ്ററിന് പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോലും ഒരു ഫോട്ടോ അവൾ ഇടൂല. ഇപ്പൊ നോക്കിക്കോ, ഫുൾ എനർജിയിലാ അങ്ങോട്ട് പോയിരിക്കുന്നത്. ഓക്കെ. പിന്നെ നീ എന്താ പറഞ്ഞേ? അവള് ഫുൾ ജാടയാണ് അല്ലേ? ഒരാർട്ടിസ്റ്റിനെ കണ്ടാൽ ജാടയാണോ ഹമ്പിളാണോന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ പറയും. കുറച്ചു കാലമായി നമ്മൾ ഈ പണിയൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും വാ, എനിക്ക് ആ ലൈറ്റപ്പ് ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ആണെന്ന് പറയാം. എടാ സിനിമാക്കാരാ, നീ സുഖിപ്പിക്കാനൊക്കെ പഠിച്ചല്ലേ? ബാ. ചോദിക്കുന്നതിൽ അർത്ഥമില്ലാന്നറിയാം, എന്നാലും മൂഡ് ഔട്ട് ആണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? കുഴപ്പമുണ്ട്. എടോ, താൻ പൊട്ടൻ ജിൻഡോ പറഞ്ഞ് കാര്യാക്കണ്ട. അതിപ്പോ ഓരോരോ ആൾക്കാർക്ക് അവരവരുടെ കാഴ്ചപ്പാടല്ലേ. എന്നാലും നമ്മളിത് ഏത് കാലഘട്ടത്തിലാണ് ഈ ജീവിക്കണേ? അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെയൊക്കെ ചിന്താഗതി എന്താ ഇങ്ങനെ? ഈ കറുപ്പിന് എന്താ കുഴപ്പം? കറുപ്പിന് ഒരു കുഴപ്പമില്ല. പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഇത് നമ്മുടെ ആൾക്കാരുടെ മാത്രം പ്രശ്നമൊന്നുമല്ല. ഈ വികസിത രാജ്യങ്ങളെന്ന് പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ടല്ലോ, എന്തിനാ അമേരിക്ക ഉൾപ്പെടെ, അവിടെയും ഇന്നും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിപ്പോൾ എത്ര വിദ്യാഭ്യാസം കിട്ടിയെന്ന് വെച്ചാൽ പുരോഗമിച്ചു എന്ന് പറഞ്ഞാൽ മാറില്ല. കാരണം എന്താ അറിയോ? തലമുറയായിട്ട് കൈമാറി കൊടുക്കുന്ന ഒരു ചിന്താഗതി ഇതാണ്. ചെറുപ്പം തൊട്ടേ ഞാൻ കാണുന്നതും കേൾക്കണതോ ഇതൊക്കെ. എൻ്റെ വീട്ടിൻ്റെ ഓപ്പോസിറ്റേ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. നിറയെ കുട്ടികളൊക്കെ കളിക്കാൻ വരും അവിടെ. ഏകദേശം എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ. അന്ന് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇല്ല, പക്ഷെ കുറച്ച് പേര് അന്നും അതെ നമ്മളെ അങ്ങോട്ട് ഒന്ന് മാറ്റി നിർത്തും. അത് അന്നും അതെ ഇന്നും അതെ. ഒക്കെ മാറുള്ളൂ, പതുക്കെയാണെങ്കിലും മാറും. ഞാൻ ഞെട്ടിയാതൊന്നുമല്ല, ഞാൻ വിചാരിച്ചത് നീ നല്ല കട്ടയ്ക്ക് 2 ഡയലോഗ് അടിക്കുന്നതാണ്. ഞാനിപ്പോഴേ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കുക. അല്ലെങ്കിൽ ഡയലോഗല്ല, അവനെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാനേ. വാ, അതോട് ഏതായാലും പ്രോഗ്രാം തുടങ്ങാറായി. പോ അങ്ങോട്ടോ.
ചേച്ചി എന്തു പടാ മോനെ? സാം അവിടെ ചെങ്കോല് സിനിമ കണ്ടോണ്ടിരിക്കുക. ഞാൻ കണ്ട് അവൻ കണ്ടോണ്ടിരിക്കുന്നത്. അവനവിടെ നനങ്ങുന്നത് പോലും ഇല്ല. ഞാൻ വന്നത് പോലും അവൻ അറിഞ്ഞില്ല. സാധാരണ ഞാൻ വന്ന എന്നോട് പറഞ്ഞ അവനൊരു ബൂസ്റ്റ് ഒക്കെ വാങ്ങിച്ചു കുടിക്കുന്നതാ. ഇന്ന് അതും ഉണ്ടായില്ല. എന്തേലും പ്രശ്നമുണ്ടോ? ആ, ഒരു പ്രശ്നമില്ല. ദാ കൊണ്ടുവരുന്നടാ മോനെ. ആ, അതല്ല ചേച്ചി, ഇതു അടി. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സാമോന് ബൂസ്റ്റ് വേണോ? ആ വേണം. ബൂസ്റ്റ് വേണമെങ്കിൽ ബേബി ചേച്ചി ഒരു കാര്യം പറയും, അതനുസരിക്കോ? ബേബി ചേച്ചി പറഞ്ഞാൽ അനുസരിക്കാം. പക്ഷെ എന്താ, നീ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല. നീ ഭയങ്കര ഉടായ്പാണ്. നിന്റെ മറ്റേ ഒരു മിനിറ്റ് മോനെ, ബേബി ചേച്ചിക്ക് ഒരു സിനിമ കാണണോടാ. അതെന്താ, ഞാൻ ടിക്കറ്റ് നോക്കിയാ? അയ്യോ, പുതിയതല്ല, ഒരു പഴയ സിനിമയാ. അതേത് പടം? ഇൻ ഹരിഹർ നഗർ. ബേബി ചേച്ചി പറയട്ടെ. ആ, ഇൻ ഹരിഹർ നഗർ. അപ്പൊ ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്ന പടം കഴിച്ചിട്ടുണ്ടാ? ആ, അയ്യോ, അപ്പൊ ഒരുപാട് സമയം അങ്ങ് പോത്തില്ലേ? ചേച്ചിക്ക് ഇവിടെ ഒരുപാട് പണിയുള്ളതല്ലേടാ. ഇപ്പൊ തന്നെ കാണണം അല്ലേ? ആ, ഇപ്പൊ കാണണം. മോനും കണ്ടോ, നല്ല സിനിമയാ. ചിരിക്കാണ്ട്. സാമോനെന്താ ചിരിക്കാത്ത? ഞാൻ മറ്റേ ചെങ്കോലെന്ന് പറയുന്ന പടം പാതി കൊണ്ട് വെച്ചേക്കാം. അത് മുഴുവൻ കാണാത്തോണ്ട് ഒരു സമാധാനമില്ല. അല്ലെങ്കിൽ ഞാൻ അത് മുഴുവൻ കണ്ടിട്ട് ഫോൺ കൊണ്ട് തരാം. എന്നിട്ട് ബാക്കി നിങ്ങൾ കണ്ടു ചിരിച്ചോ. അയ്യോ, ഡാ. മോനെ തുറക്കടാ. സാമോനെ, മോനെ തുറക്കടാ. മോനെ പോയി, എല്ലാം പോയി. എടാ, സ്റ്റാൻഡ് ഫ്രെയിമിൽ നിന്ന് എടുത്ത് മാറ്റാ. നീ അവിടെ തന്നെ നിന്നോ. ആ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ കുറച്ച്. മതിയോ? ആ, ഫൈൻ ഫൈൻ. എന്തുവാണ് ഇത്? സോംബി. ഇതാണ് നീ പറഞ്ഞ സിമ്പിൾ സബ്ജക്ട്. മലയാളി, ഞാൻ വിളിച്ചാ ഫോൺ എടുക്കാത്ത. താനല്ല വിളിച്ചത്. ജോസഫ് ഏട്ടാ, നീ ഉണ്ടായിരുന്നു ഇവിടെ? നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഞങ്ങള് പഴയ പരിചയക്കാരാടാ മോനെ. അതെങ്ങനെ? എടാ, ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആടാ. ഓ, എനിക്കറിയില്ലായിരുന്നു. ഈ സ്കൂളില് ക്ലാസ് അല്ല, ആ. ഗ്ലാസ് ഗ്ലാസ്. ഓ, അങ്ങനെ. അല്ല, എന്തിപ്പോ ഇവിടെ? എന്റെയും പ്രീതിയുടെയും ലവ് സീൻ എടുക്കണമെന്ന് പറഞ്ഞു പിന്നെ ഒറ്റ കാലത്ത് ഇപ്പ. ഓഹോ, ഇതൊക്കെ വേണോ? വേണം. എന്നോട് ഒരു അക്ഷരം പോലും പറയാതെ ഇങ്ങേര് പോയി കല്യാണം കഴിച്ചു. അത് പിന്നെ പോട്ടെ നോക്കാം. പക്ഷെ ഒരു കമ്പനിക്കാരൻ എന്ന നിലയിൽ ഇതെന്റെ മൗലിക അവകാശമാണ്. ഇത് ഞാൻ ചെയ്തിരിക്കും. അത് എപ്പോ ചെയ്യുമെന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. അതായത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുള്ള സ്ഥലങ്ങളില്ലേ, ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ്, അതെല്ലാം മഴ കയറി കുളമായി കിടക്കുക. കുറച്ച് ഡിലേ കൂടി. ചുരുക്കി പറഞ്ഞ ഈ അടുത്ത കാലത്തൊന്നും നടക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തായാലും സംസാരിച്ചേക്ക്. പ്രോപ്പർട്ടി റെഡിയായോ? ശരി എന്നാ. എന്താ? നമ്മുടെ സിനിമയുടെ ഈ പ്രമിതാരവിയല്ലേ? അതെ. പ്രമിമോളെ, മക്കളെ, പ്രമിമോളെ, മോക്ക് ഈ ജോസഫ് എണ്ണെ മനസ്സിലായോ? ഇല്ല. എന്റെ ഫ്രണ്ടാ. അല്ലെങ്കിൽ മോൾ എങ്ങനെ ഓർക്കാനാ? അന്ന് തീരെ കുഞ്ഞല്ലായിരുന്നോ? കുട്ടൻ ചേട്ടന് സുഖമല്ലേ? അച്ഛനെ അറിയോ? പിന്നെ അറിയാവുന്നോ? അച്ഛൻ ഇപ്പോഴും ഓട്ടോ ബിസിനസ് തന്നെയാണ്. അതെ. അമ്മ SBT, ഇപ്പൊ SBI അല്ലേ? ജോസഫേട്ടാ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം അല്ലേ? നിങ്ങളൊന്ന് പോയടാ പോയി. എന്റെ കൊച്ചിനെ ഞാൻ കണ്ടിട്ട് എത്ര കാലമായെന്നറിയോ അല്ലേ മക്കളെ? ഞാനവിടെ കിടന്ന് ഓടി ഓടി പരിവായി. നിങ്ങളിത് എവിടെയായിരുന്നു? സാന്ദ്ര എന്തിയേ? അവള് കോഫി എടുക്കാൻ പോയി. ആണോ? ഓ, ഞാനവിടെ ചോദിക്കണം വിചാരിച്ചാ. അവിടെ വെച്ച് എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടെ? നിന്നോട് ദേഷ്യപ്പെട്ടില്ല, ഉണ്ടായിരിക്കാൻ പറഞ്ഞല്ലേ. അതെന്തിനാണെന്നാ ചോദിച്ചേ. എടാ, നിനക്കൊരു കാര്യം അറിയോ? ഈ ലോകത്ത് മനുഷ്യനുണ്ടായ കാലം തൊട്ട് തുടങ്ങിയതായിരിക്കണം ഈ പരിപാടി. ആൾക്കാരെ വെളുപ്പ് കറുപ്പ് എന്ന് പറഞ്ഞ് വേർതിരിക്കുക. എടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കറുത്തവനില്ലാത്ത എന്ത് തേങ്ങയാടാ വെളുത്തിറാക്കുള്ളത്? കറുത്തവൻ വികൃതൻ, നികൃഷ്ടജീവി, വൃത്തിയില്ലാത്തവൻ. വെളുത്തവനാണ് ചുളൂലവൻ, ഉന്നത കുലജാതൻ, സംസ്കാര സമ്പന്നൻ അല്ലേ? ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞതിന്റെ അർത്ഥം അതൊക്കെ തന്നെയാണ്. നീ വെളുത്തിട്ടാണെന്ന് തോട്ടല്ലോ നീ കല്യാണാലോചന. അതെ, പക്ഷെ അത് ഈ നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ അറിയോ, ഞാൻ ചില മുത്തശ്ശിമാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, അയാളെ കണ്ടിരിക്കണം,
വെളുത്ത് തൂട്ടത്ത് നല്ല സായിപ്പിനെ പോലെ ഇരിക്കും, സുന്ദരനാണെന്ന്. പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? കുറെ കാലം എന്നെയും നിന്നെയൊക്കെ സായിപ്പന്മാര് ഭരിച്ചു. അപ്പൊ അയാളാണ് വലിയ ആളാണ്, അയാളാണ് സുന്ദരൻ. എടാ ഈ പറയുന്ന വെളുത്തിരിക്കുന്ന പറഞ്ഞാൽ ഞാനും നീയൊക്കെ ഉണ്ടല്ലോ വല്ല വെസ്റ്റേൺ കൺട്രിയിലും പോകണം. അവിടെ നമ്മളൊക്കെ ബ്രൗൺ ആണ്, അതോടെ തീരെ വെളുത്തേൻ്റെ അഹങ്കാരമൊക്കെ. എടാ ഒരു 25 വർഷം കഴിഞ്ഞാൽ ഇവിടെ കുടിക്കാൻ വെള്ളം കാണുമോ ശ്വസിക്കാൻ വായു കാണുമോ എന്നറിയില്ല. അപ്പോഴാണ് അവൻ്റെ കോപ്പിലെ കറുപ്പും വെളുപ്പും. എടാ നീ കിടന്ന് കവലപ്രസംഗം നടത്തുന്നത് ഞാൻ എനിക്ക് മനസ്സിലായി മോനെ. കവലപ്രസംഗം? ആ അല്ലാത്ത പിന്നെ നിനക്കിത് 10 പേരെ കേൾപ്പിക്കണം. നീ മാത്രം വലിയ പുരോഗമന ചിന്താഗതിക്കാരൻ അല്ലേ? എടാ നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാനൊരു കാര്യം പറയുമെങ്കിൽ അത് ചെയ്ത് കാണിക്കാൻ എനിക്കറിയാം. ഓ നീ കിടന്ന് തിളക്കണുണ്ടല്ലോ. നീ ആ സാന്ദ്രയുടെ പുറകെ ചുമ്മാ ഒലിപ്പിച്ച് നടക്കുമല്ലേ? ഈ പറഞ്ഞ നീ കിട്ടുമോ സാന്ദ്രേനെ? എടാ ആ ഞാനും അവളും ഇപ്പം നല്ല ഫ്രണ്ട്സാണ്. ഓ ഇനിയിപ്പം നാളെ നീ പറഞ്ഞ പോലെ ഒരു പ്രേമോ എന്തെങ്കിലും എനിക്ക് അവളോട് തോന്നുകയാണ്, അതേപോലെ തിരിച്ച് അവൾക്ക് എന്നോടും തോന്നുവാണെങ്കിൽ ദേ ഒരു സംശയം വേണ്ട, ഞാൻ അവളെ കിട്ടും. അതിനെനിക്ക് നിന്റെ അനുവാദമൊന്നും വേണ്ട. ബ്ലഡി റേസിസ്റ്റ്. എഴുന്നേറ്റ് പോയ വെയിലെത്തിരാണ് കുറച്ചു നേരം. ഞാനെന്ത് ചെയ്തു? അവന്റെ നീ പോടാ. തനിക്ക് മാസ് കാണിക്കാൻ എന്തിനാ എന്നെ ഇതിനകത്ത് പിടിച്ചിടണേ? സത്യം പറഞ്ഞാണ്, മാസ് കാണിച്ചൊന്നുമല്ല. പിന്നെ ആ മാസല്ല, ക്ലാസ് ആണ്, 3rd ക്ലാസ്. പോകട്ടെ. കുട്ടച്ചേട്ടൻ തമാശ കേട്ട് എടപ്പള്ളി പോലെ അരൂര് വരെ ഞങ്ങൾ ചിരിച്ചിരിച്ച് പറഞ്ഞു. ഒന്നടിച്ചേ ഒരു മിനിറ്റ് മോളെ. പ്രമിത, ചാർലി സിനിമയിൽ കുട്ടച്ചേട്ടനോട് ചോദിക്കണം കേട്ടോ. ചേട്ടൻ ഊട്ടിയില്ല എവിടെന്ന് വരുന്ന ചാർലി സിനിമയിൽ ഇട്ട ഡ്രസ്സില്ലേ? ചാർലിയില് ഞാനല്ല. അയ്യോ നിങ്ങളുടെ ചേട്ടാ എന്താ നടക്കൂ? ഒന്നും പറയാൻ പറ്റൂല. അൻവർ സാർ എങ്ങനെ ഇങ്ങോട്ട് കയറി വന്ന് ഞാൻ ഇറങ്ങി ഓടിയാ മതി. ചേട്ടാ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാം. ആര് നീ? ഒന്ന് പോയടാ വിഷ്ണു. ആ ചേട്ടാ മണ്ണല്ലോ. എന്താണ് മാൻ? സുഖം. യെസ് ചേട്ടാ കുടിക്കാൻ എന്താ വേണ്ടേ? ചായ, കാപ്പി, ജ്യൂസ്? പുതിയ സംവിധാനമൊക്കെ അവൻ ആ പേരും പറഞ്ഞ് കുറച്ചു നേരം ഇവിടെ നിന്ന് മുങ്ങാൻ വേണ്ടിയിട്ടാണ്. സ്മാർട്ട് ബോയ്. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് എനിക്ക് ഒന്ന് വാങ്ങിട്ടു. എടാ വിഷ്ണു നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ടെ ആ ജനറേറ്റർ ഒന്ന് കിട്ടുമോ നോക്ക്. ഇത് മിക്കവാറും രാത്രിയാവും. അല്ല ഇഷ്ടം എവിടെ നിന്ന് തുടങ്ങിയില്ലേ? ജോസഫ് ഏട്ടന് ഇയാളെന്താ പരിപാടി? നീ കണ്ടില്ല രണ്ടും കൂടി സംസാരിച്ചോണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഇത് വേറെ പ്രശ്നം. ഇതെങ്ങനെ ഒഴിവാക്കോടാ? സീനാണോ? എന്നോട് ഷെഡ്യൂൾ ബ്രേക്കിന്റെ ഇടയിൽ പുറത്ത് വെച്ച് കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞു? പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞത്. പിന്നെന്ത് സംസാരിക്കാൻ? ഒന്നും സംസാരിക്കാനില്ല, ഞാൻ മുങ്ങും. ശരിയാവൂലളിയാ. എന്നാ വേറെ റിലേഷൻഷിപ്പൊക്കെ ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് ഈ സമയത്ത്. അല്ലടാ അങ്ങനെയാണെങ്കിലേ അത് നീ ഡയറക്റ്റ് പറ. അല്ല ചുമ്മാ തലയിൽ വെച്ചോണ്ട് വർക്കിനിടെ ടെൻഷനല്ലേ? ഞാനതിനും പറയാൻ പോകണം. ആരോട്? അതൊക്കെ ഉണ്ട്. എടാ നീ ഈ രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യുന്നു പറയപ്പോ? ഇതൊക്കെ എന്ത് നിസ്സാരം. വാ വാ ഫോട്ടോസ് ഉണ്ടെന്ന് കാണിക്കും. ജോസഫ് ഏട്ടാ. നിന്റെ കാര്യം ഞാനിപ്പോ ഓർത്തോളാം മക്കളെ. ഞങ്ങളുടെ അതായത് വിനോദേട്ടാ, ജോസഫ് ഏട്ടാ, അവയ്ക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ അവനത് പറയാനൊരു മടി. അവയ്ക്ക് ഞങ്ങളോട് പറയാൻ മടിയോ? അല്ല ഇനിയിപ്പോ നീ തന്നെ പറഞ്ഞോളൂ. അതായത് ഇവൻ ആദ്യമായിട്ടാണല്ലോ ഒരു പടത്തിന്റെ പോസ്റ്ററിന് വേണ്ടി സ്റ്റിൽ എടുക്കുന്നത്. അതെ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അതിൽ നിങ്ങൾ 2 പേരും വേണമെന്ന് അവന്. പക്ഷെ ഈ സിനിമയിൽ നമ്മളില്ലല്ലോ, പിന്നെങ്ങനെ? അതൊന്നും കുഴപ്പമില്ല, ഇതൊരു വല്ലാത്ത സിനിമയാണ്, അതൊക്കെ മനസ്സിലാവും അല്ലടാ? അതെന്തോന്നും പോയി മേക്കപ്പ്. എന്റെ കാര്യം ഓക്കെ. ഞങ്ങൾ ഇന്ന് റെഡി ആയിട്ട് വരാം പ്രതിമ മോളെ. അയ്യോ പ്രതിമയല്ല, പ്രമിത. അത്ര സന്തോഷത്തിലാണ് അന്ന് ഞങ്ങൾ പോയത്. വെറൈറ്റി അല്ലായിരുന്നു. പോട്ടെ. ഓക്കെ അല്ലേ? ഞാനേ 3 എന്ന് പറയുമ്പോ ആ പോസ് തന്നെ. ഓക്കെ റെഡി? ഓക്കെ റെഡി? 1 2 3. ഓക്കെ. ഇനി പുള്ളിക്കാരുടെ പുറകിൽ നിൽക്കുക 2 പേരും, എന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെ നിങ്ങൾ പേടിപ്പിക്കും. സോംബി പോസ്. നൈസ്.
അജേ ഇതെന്തത്? അജോ എന്തിനെങ്ങനെ കരയണ്? ഒരു നല്ല ജീവിതം ഇറങ്ങിയിരുന്ന മനുഷ്യനായിരുന്നു, എല്ലാരും കൂടെ വെറുതെ പാവത്തിന്. ഷേ ഡാ, ആ പടൊക്കെ ഇറങ്ങിയിട്ട് 10-25 വർഷം കഴിഞ്ഞു. നമ്മുടെ സൊസൈറ്റി ഒക്കെ ആകെ മാറി. ഇവിടെ ഓരോരുത്തന്മാരെ തോട്ടെറിഞ്ഞ് പൊട്ടിച്ച് കൊന്നിട്ട് കൂളായിട്ട് ദുബായി പോയി ജോലി ചെയ്യണം. എന്നിട്ടാ അതാരാ? അത് വിൻസെന്റ് പെപ്പെ എന്ന് പറഞ്ഞൊരു പയ്യനാ, അങ്കമാലിയിലുള്ളതാ. നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. അങ്കമാലിയുടെ കാര്യം പറഞ്ഞപ്പോഴാ, നിനക്ക് അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആരാന്നറിയോ? അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാ? നീ എന്ത് ഫൂളാണ്. അങ്കമാലി മുനിസിപ്പാലിറ്റി. അപ്പൊ അറിയില്ല അല്ലേ? അങ്കമാലിയിലെ പ്രധാനമന്ത്രിനെ കുറിച്ചൊരു പടമുണ്ട്, നമുക്ക് കണ്ടാലോ? ഏത് പടം? കിലിക്ക. ഈ നിമിഷത്തിൽ എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നുണ്ട് സാമേ.